വിജയ് സവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മദ്യപാർട്ടി നടത്തിയത് പോലീസ് അന്വേഷിക്കുന്നു. ഗുരുതരമായ ചട്ടലംഘനമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. പൊതുസ്ഥലത്ത് മദ്യപാർട്ടി പാടില്ലെന്ന ആബ്കാരി നിയമം ലംഘിക്കപ്പെട്ടു. മന്ത്രിമാർക്കൊഴികെ അകമ്പടി വാഹനങ്ങൾ പാടില്ലെന്ന വ്യവസ്ഥയും അട്ടിമറിച്ചു. റിപ്പോർട്ടർ ഫോളോ അപ്പ്. ശുചീകരണ പ്രവർത്തനത്തെ അഭിനന്ദിച്ച നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ശശി തരൂരിന്റെ ട്വീറ്റ്. ശുചീകരണ ദൗത്യത്തിൽ രാഷ്ട്രീയമില്ല. പാർവതി പുത്തനാർ ശുചീകരണത്തിന് സഹായം അഭ്യർത്ഥിച്ചു. ശശി തരൂരിന്റെ രാഷ്ട്രീയ ബോധം കുറവാണെന്ന് കെ മുരളീധരൻ. സിപിഐഎമ്മിന്റെ അടവു നയ അവലോകന രേഖയ്ക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരിയുടെ ബദൽ രേഖ. വ്യക്താധിഷ്ഠിത നിലപാടുകൾ തിരിച്ചടിയായെന്ന് വിമർശനം. നേതൃത്വത്തിന്റെ പല തീരുമാനങ്ങളും പൊതുതാൽപര്യത്തിന് വിരുദ്ധം. മൂന്നാം മുന്നണി പരീക്ഷണം പരാജയമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ട്. മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ എ ചാൾസ് അന്തരിച്ചു. നഷ്ടമായത് മാതൃകാ പൊതുപ്രവർത്തകനെ എന്ന മുഖ്യമന്ത്രി. ആത്മാർത്ഥതയുള്ള ജനനേതാവായിരുന്നുവെന്ന് സുധീരൻ. പാർട്ടിക്ക് തീരാനഷ്ടമെന്ന് മുരളീധരൻ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക്കോ കൊൽക്കത്ത മത്സരം സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. കേരളത്തിന് വേണ്ടി ഗോൾ നേടിയത് ഇയാൻ ഹ്യൂം. സദാചാര പോലീസിനെ വെല്ലുവിളിച്ച ഒരു സംഘം യുവതീ യുവാക്കൾ കൊച്ചി നഗരത്തിൽ നവംബർ 2-ാം തീയതി പരസ്യ ചുംബനത്തിന് വഴിയൊരുക്കുന്നു. ന്യൂ മീഡിയ വഴി പ്രചരണം നടത്തി പരമാവധി ആളുകളെ സംഘടിപ്പിക്കാനാണ് ഇവരുടെ നീക്കം. കോഴിക്കോട് ഡൗൺ ടൗൺ റെസ്റ്റോറന്റിൽ യുവമോർച്ച പ്രവർത്തകർ നടത്തിയ സദാചാര അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെമ്പാടും ചുംബന സമരത്തിനും ആലിംഗനത്തിനും വഴിയൊരുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പരസ്യമായി ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതും ആരെങ്കിലുമൊക്കെ ചൊടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കാനാണ് ഒരു സംഘം യുവതീ യുവാക്കളുടെ ശ്രമം. വരുന്ന നവംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇവർ ഒത്തുചേരും. പരസ്യമായി ആലിംഗനം ചെയ്തും ചുംബിച്ചും സ്നേഹം കൈമാറും. ഇത് തടയാൻ ഏതെങ്കിലും സദാചാര പോലീസുകാർ ശ്രമിക്കേണ്ടതില്ലെന്നും ആർക്കും ഈ ചുംബന ദിനത്തിന്റെ ഭാഗമാകാമെന്നുമാണ് ഇവരുടെ അഭിപ്രായം. ചുംബിക്കുക എന്ന് പറയുന്നത് രണ്ട് മനുഷ്യരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യനെന്ന് പറയുന്ന വർഗം കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് പരസ്പരം ചുംബിക്കുക എന്നുള്ളത്. അത്തരം ചുംബനത്തിന് സദാചാരത്തിൻ്റെ അനാശാസ്യത്തിൻ്റെ ഒക്കെ മുഖംമൂടി കൊടുത്തുകൊണ്ട് എതിർക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് നയമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മതങ്ങൾ അതുപോലെ സാമൂഹ്യ സ്ഥാപനങ്ങളൊക്കെ ചുംബനം എന്ന് പറയപ്പെടുന്ന അവസ്ഥയെ ഒരു സദാചാരത്തിൻ്റെ ഒരു ഇത് കൊടുത്തുകൊണ്ട് ഒരു അശ്ലീലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യന് പരസ്പരം കെട്ടിപ്പിടിക്കാനും ചുംബിക്കുവാനും സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് നമ്മൾ ഈ ഡൗൺ ടൗൺ റെസ്റ്റോറൻറ്റിൽ യുവമോർച്ചക്കാർ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ അത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. പരസ്യ ചുംബനവും ആലിംഗനവും തെറ്റല്ലെന്ന സന്ദേശം നൽകിയാണ് പരമാവധി ആളുകളെ എത്തിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ന്യൂ മീഡിയ വഴി സന്ദേശങ്ങൾ കൈമാറി ചുംബന ദിനം വൻ വിജയമാക്കാനാണ് ഇവരുടെ ശ്രമം. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. അഡ്വക്കേറ്റ് പി സുധീർ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി, ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ, ഹസ്ന, SFI നേതാവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം കുമാരി ഹസ്ന, ചുംബനം ഒരു സമരമാർഗമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിലും. കേരളത്തിൽ പൊതുബോധത്തെ ഉണർത്താൻ അങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം ഉരുവം കൊണ്ടിട്ടുണ്ടോ? എന്തിനാണ് ചുംബന ദിനം നടത്തുന്നത്? അതായത് ലോകത്തിലെ ഏത് ഭാഗത്താണെങ്കിലും രണ്ട് വ്യക്തികൾ അവരുടെ പരസ്പര സമ്മതത്തോടെ ചുംബിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല. മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്തിടത്തോളം രണ്ട് വ്യക്തികളുടെ ചുംബനമോ മറ്റൊരാൾ ഇടപെടേണ്ട കാര്യമല്ല. അത്തരമൊരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ നിലവിലില്ല. ഈ രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള കണ്ണുകളുമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനെ നമ്മൾ ഒരുതരം വോയറിസം എന്ന് വേണം വിളിക്കാൻ. ജയ്ഹിന്ദ് TVയുടെ റിപ്പോർട്ടറെ നമ്മൾ പീപ്പിംഗ് ടോം ആയിട്ടാണ് കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ക്യാമറ ഇനിയും ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനായി ചെല്ലുകയാണെങ്കിൽ അതിനെ എതിർക്കപ്പെടാൻ വേണ്ടി കേരളത്തിലെ യുവജനങ്ങൾ ഇറങ്ങി വരേണ്ടതുണ്ട്. കേരളത്തിൽ കാലാകാലങ്ങളായി സദാചാര പോലീസ് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ ഇപ്പോഴാണെങ്കിൽ ശ്രീരാമസേനയിൽ നിന്നും മംഗലാപുരത്ത് പെൺകുട്ടികളെ മർദ്ദിച്ച ശ്രീരാമസേനയിൽ നിന്നും യുവമോർച്ച പ്രവർത്തകരിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇത്തരം ഫാസിസ്റ്റ് നയങ്ങളെ യുവതി യുവാക്കൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് നേരിടണം. അത്തരമൊരു ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ ചുംബന സമരം അല്ലെങ്കിൽ ചുംബന സമരം എന്ന് പറയുന്ന ഇവന്റിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ശ്രീ സുധീർ, അങ്ങനെ ഒരു പുതിയ യുവജന മുന്നേറ്റം, ചുംബന സമരം ഉണ്ടാകുകയാണ് കേരളത്തിൽ. അതിനിടയാക്കിയത് നിങ്ങളുടെ സംഘടനയുടെ പ്രതികരണമാണ്. രണ്ട് വ്യക്തികൾ ചുംബിക്കുന്ന ഇടങ്ങളിൽ മറ്റാർക്കും കാര്യമില്ല. അത് രണ്ടുപേരുടെ വ്യക്തിപരമായ അവകാശമാണ്, അവരുടെ സ്വയം നിർണയ അവകാശത്തിൻ്റെ ഭാഗമാണ്.
ഇവിടെ ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ സ്വകാര്യതയിൽ ഉണ്ടായ കടന്നുകയറ്റം ഇങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്രമത്തിലേക്ക് നയിച്ചിരിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെയും ഞങ്ങൾ ഇതും തടയും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ഞങ്ങൾ തടയേണ്ട കാര്യമില്ല. ഇത് ജനങ്ങൾ തടഞ്ഞോളും. ജനങ്ങൾ തീരുമാനിക്കും ഇവരെ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഷഫ്ന SFIയുടെ പ്രവർത്തകയാണ് എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമന വിദ്യാർത്ഥി സംഘടന എന്ന് അവകാശപ്പെടുന്ന SFI ഇത്രയ്ക്ക് തരം താണു പോയോ അധപ്പതിച്ചു പോയോ എന്നുള്ളതാണ്. ഷഫ്ന ഒരു പെൺകുട്ടിയാണല്ലോ. ഷഫ്നയുടെ വീട്ടിൽ നിന്ന് രാവിലെ നീ പോയി ആലിംഗനം ചെയ്തു വാ എന്ന് പറഞ്ഞാണോ ഷഫ്നയെ കോടതിയിലേക്ക് വിടുന്നത്? ഷഫ്ന പറയുന്നത് കേരളത്തിലെ അബദ്ധസഞ്ചാരികളായിട്ടുള്ള, കേരളത്തിലെ അസന്മാർഗികളായിട്ടുള്ള ഒരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമാണ്. തൻ്റെ പെൺമക്കളെ പൊന്നുപോലെ വളർത്തി മാന്യമായി വിവാഹം ചെയ്ത് അയക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് അമ്മമാരുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയാണ് യുവമോർച്ച സംസാരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ സമരം തടയാൻ വരുന്നില്ല. അത് നാട്ടുകാർ തടഞ്ഞോളും. അത് എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തീരുമാനിക്കും. പിന്നെ കോഴിക്കോട് ഞങ്ങൾ ചെയ്തത്, കോഴിക്കോട് ഞങ്ങൾ അക്രമം കാട്ടിയിട്ടില്ല. കോഴിക്കോടേക്ക് വരാം സുധീർ. അതിനു മുൻപ് അനാശാസ്യ കേന്ദ്രത്തിലേക്കാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം ശ്രീ സുധീർ. അതിനു മുൻപ് ശ്രീ ഫക്രുദ്ദീൻ അലി, അബദ്ധ സഞ്ചാരമാണോ ഇത്? മുൻപാകെ അവിടെ നടന്ന അനാശാസ്യ ദൃശ്യങ്ങളുടെ വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. നാളെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് ഞങ്ങൾ ആ തെളിവുകൾ കൈമാറാൻ പോവുകയാണ്. ഇവിടെ യുവമോർച്ചയെ നിങ്ങളാരും കൂട്ടുപിടിക്കണ്ട. നിങ്ങൾക്ക് ചുംബിക്കണമെങ്കിൽ ചുംബിക്കാം, നിങ്ങൾക്ക് പരസ്യമായി കെട്ടിപ്പിടിച്ച് കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, നിങ്ങൾക്ക് ലൈംഗികമായി ഏർപ്പെടണമെങ്കിൽ അത് ചെയ്യാം. യുവമോർച്ചയെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാര്യമില്ല. അതാണ് താങ്കൾ പറഞ്ഞത് മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ദയവായി തുടരുക. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ ഇത് അബദ്ധ സഞ്ചാരത്തിന്റെ പ്രശ്നമാണോ? ഒരു അബദ്ധ സഞ്ചാരത്തിന്റെ പ്രശ്നമല്ല അഭിലാഷ്. ഞാൻ ആദ്യമായിട്ട് അഭിലാഷിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ചർച്ചയുടെ മുമ്പ് നടന്നൊരു ചർച്ചയിൽ, കോഴിക്കോട് ഡൗൺ ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഞാനും സുധീർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, യാതൊരു അനാശ്വാസവും ഇല്ല, രണ്ടാൾ ചുംബിക്കുന്ന യാതൊരു പ്രശ്നമില്ലാന്ന് സുധീർ പറഞ്ഞു. അതല്ല, അവിടെ മാംസ വ്യാപാരം നടക്കുന്നത്, വ്യഭിചാരം നടക്കുന്നത് തെളിവ് കാണിക്കും. സുധീർ ഞാനും തിരുവനന്തപുരത്തുണ്ട്, ഇതുവരെ ഒരു തെളിവ് എൻ്റെ തന്നില്ല. എന്നോട് പറഞ്ഞ പിറ്റേന്ന് ഒരു തെളിവ് തന്നിട്ടില്ല. മാത്രമല്ല അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ തെളിയില്ലോ, അതും തന്നിട്ടില്ല. അത് ശുദ്ധ പച്ച കള്ളമാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വിടാം. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് എന്റെ സുധീറെ അങ്ങനെയാണ് റിപ്പോർട്ടിന്റെ കൂടെ അഭിലാഷിന്റെ കൈക്കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു സംവാദം നടക്കുമ്പോൾ അതിനെ സബ്സ്റ്റാൻഷ്യൽ ചെയ്യാനുള്ള എവിഡൻസ് കൂടെ ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എവിഡൻസ് അല്ല, എന്നെയാണ് വെല്ലുവിളിച്ചത്. ഞാൻ ആരോണ്ട എന്നെയാണ് ഇവിടുന്ന് വെല്ലുവിളിച്ചത്. നിങ്ങൾ പറഞ്ഞ തെളിവ് ഇവിടെ ആരുടെയും കിട്ടി നമ്മൾ കണ്ടിട്ടില്ല. അത് ഇനി ഞാൻ അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. അഭിലാഷ്, ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇവരുടെ ചില ആളുകളുടെ കടിയാണ്. പുതിയ കാലഘട്ടമായി ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ മനസ്സ് മിഡീവൽ കാലഘട്ടത്തിൽ, മധ്യ കാലഘട്ടത്തിൽ, താലിബാന്റെ കാലഘട്ടത്തിൽ ഉറച്ചു പോയതിന്റെ പ്രശ്നം. അത് യുവമോർച്ചയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അത് തന്നെയാണ് പ്രശ്നം. ഇവരെല്ലാം പണ്ടത്തെ പ്രജകളുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതല്ലാതെ മറ്റൊരു സംഭവം നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവർ വലിയ സംസ്കാരത്തെ പറ്റിയും പറയുന്നുണ്ട്. ഗുജറാത്തിലെ 8 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള അമ്മമാരാണ് 2002 വംശഹത്യ വിവാദപ്പെട്ട അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന യുവജന സംഘടനകൾ എന്ത് സംസ്കാരമാണ് പറയുന്നത്? ശരി, നമുക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇത് ഒരുപാട് ഇഷ്ടം പോലെ തെളിവുകൾ, ഇന്നും ബിൽക്കിസ് ബാനു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ഫക്രുദ്ദീൻ, ഞാൻ മടങ്ങി വരാം. കുമാരി ഹസ്ന, തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മൂവ്മെന്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ അധികമാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇതിപ്പോൾ യുവമോർച്ചയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെയോ പ്രശ്നം എന്നതിനപ്പുറത്തൊരു പൊതുബോധത്തിന്റെ പ്രശ്നമാണ്. ആ പൊതുബോധത്തെ ഉലയ്ക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ?
അതെ, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. എൻ്റെ പ്രിയ സുഹൃത്ത് സുധീർ പറഞ്ഞതുപോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടികൾ വഴിപിഴച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഒരു രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ചുംബിക്കുകയല്ല, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ സത്യമാണെങ്കിൽ അതിനകത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൺകുട്ടി വഴിപിഴച്ചു പോകുമെന്ന് ഇവർ ആശങ്കപ്പെടുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടികൾ, നിങ്ങളുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ ഏത് സ്ത്രീകളോ ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു പുരുഷനുമായിട്ട് ഇടപഴകി കഴിഞ്ഞിട്ട് വഴിപിഴച്ചു പോകാനുള്ളവരാണെന്ന ധാരണയിൽ നിന്ന് യുവമോർച്ച മുന്നോട്ട് വരണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏകപക്ഷീയമായി സംസാരിക്കരുത്. എന്തുകൊണ്ട് നിങ്ങൾ വഴിപിഴച്ചു എന്ന് പറയുന്ന ഘടകം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാകുന്നു? നിങ്ങൾ ഈ പറയുന്ന ചുംബനത്തിൽ പങ്കാളികളാകുന്ന ആൺകുട്ടികൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ വഴിപിഴച്ചവരല്ലേ? മറ്റൊന്ന്, ഈ ചുംബന സമരം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ചുംബന സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഈ രീതിയിൽ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവരോ അല്ലെങ്കിൽ രണ്ടുപേരുടെ സ്വകാര്യതയെ മാനിക്കുന്നവരാകണമെന്നില്ല. ആ പ്രതിഷേധത്തിനകത്തേക്ക് ഒളിഞ്ഞുനോട്ടക്കാർ ഒരുപാടുണ്ടാകാം. ഞാൻ ഈ ചുംബന സമരത്തിന് ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്ന സംഘടനകളോ മാധ്യമങ്ങളോ നമ്മുടെ നിൽപ്പ് സമരം പോലുള്ളവയെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന എന്തോ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഭൂരിഭാഗം സുധീർ പറയുന്ന ജനങ്ങൾ അങ്ങോട്ട് എത്തുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ചുംബന സമരം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള അശ്ലീല ദൃശ്യങ്ങൾ നിറഞ്ഞതായിരിക്കില്ല. രണ്ട് മനുഷ്യർ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമുള്ള ജീവിവർഗത്തിന് സ്പർശനത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്നേഹം, അത് സ്പർശനം എന്ന് പറയുമ്പോൾ ചുംബനമാകാം, ഹഗ്ഗാവാം, ഷെയ്ക്ക് ഹാൻഡ് ആവാം. അത്തരത്തിലുള്ള മനുഷ്യൻ്റെ സ്പർശനത്തെ തടയുന്ന രീതിയിലുള്ള നിലപാടുകളെ എതിർക്കണം. അതിനുവേണ്ടി ഇവിടുത്തെ യുവജനങ്ങൾ മുന്നോട്ട് വരുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ടിട്ടുള്ളത്. എനിക്ക് എന്റെ പ്രിയ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത്, ആൾദൈവങ്ങൾ വരുന്നു അല്ലെങ്കിൽ ജോയ് മാത്യു, നമ്മൾ ഒന്നാമതൊരു സദാചാര ഉട്ടോപ്പിയയിലാണ് ജീവിക്കുന്നത്. അവിടെ ഒരു ചുംബന സമരത്തെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം മാനസിക വളർച്ച നേടിയിട്ടുണ്ടോ നമ്മുടെ പൊതുസമൂഹം? ശ്രീ ജോയ് മാത്യു. ഹലോ, എന്താണ് പ്രശ്നം? ഒരു ചുംബന സമരത്തെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം മാനസിക വളർച്ച കേരളത്തിന്റെ പൊതുസമൂഹം നേടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നടങ്കം പൊതുസമൂഹത്തെ വിലയിരുത്തരുത്. ഇതിൽ ഒരുപാട് പ്രാകൃത മനസ്സുള്ള ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് കേരളം ഇപ്പോഴും. അതായത് നമ്മൾ ഏറ്റവും വളരെ മോഡേൺ ആയിട്ട് ബർമുഡ ഇടുന്നു, KFC കഴിക്കുന്നു, ബർഗർ കഴിക്കുന്നു, പിന്നെ വളരെ എന്താ പറയുക ഒബ്സീനായിട്ടുള്ള സിനിമകൾ കാണുന്നു, വാട്സപ്പിലൂടെ ക്ലിപ്പുകൾ അയക്കുന്നു. ഇതൊക്കെ ചെയ്യുകയും അതേസമയം ഭയങ്കര കപട സദാചാരം കാണിച്ചിട്ട് നമ്മൾ ഒരാണും പെണ്ണും അടുത്തിരുന്നാൽ, കെട്ടിപ്പിടിച്ചാൽ, അവരത് ഉമ്മ വെച്ചു പോയാൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന വെറുതെ പ്രസംഗിക്കുകയും ചെയ്യുന്ന കള്ളന്മാരുടെ നാടാണ് കേരളം. ഇങ്ങനെ പറയുന്ന ഇത്തരം എന്താ പറയാ പ്രാകൃതരായ മനുഷ്യർ ജീവിക്കുന്ന കേരളത്തിൽ കുട്ടികൾ അങ്ങനെ പ്രതിഷേധം ചെയ്യുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പോയ ആളാണ്. ഞാൻ ആ ഡൗൺ ടൗണിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയി നോക്കി. ഇവർ പറയുന്ന ഒരു അനാശാസ്യം അവിടെ നടക്കാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ നടക്കൂല. ഇതിനേക്കാൾ വലിയ അനാശാസ്യം ഇപ്പോൾ ഡൽഹി മെട്രോയിലൊക്കെ കാണുന്ന അനാശാസ്യം, മെട്രോ അവരുടെ ക്യാമറകൾ പകർത്ത് ഡൽഹി മെട്രോ അടിച്ചു പൊളിക്കുന്നുണ്ടാരെങ്കിലും എന്താണ് അനാശാസ്യം? റേപ്പാണോ? ഇവിടെ പബ്ലിക്കായിട്ട് ആൾക്കാർ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്നു പൊതു റോഡിൽ, അത് അനാശാസ്യല്ലേ? ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കാൻ പറ്റാതെ ഒരാണും പെണ്ണും തമ്മിൽ, ഒന്നാമത് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇതിലിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടിയൊന്നും എനിക്കറിയില്ല. പൊതുവെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ്, സെക്ഷലി സ്റ്റാർവ്ഡ് ആയിട്ടുള്ള കേരളത്തിലെ സൊസൈറ്റിക്ക് കുട്ടികൾ ചെയ്യുന്ന ഏത് സമരത്തിലും എന്റെ സപ്പോർട്ടുണ്ട്. അത് ചുംബനായാലും ശരി, ഹഗ്ഗിങ് ആയാലും ശരി. ഇപ്പൊ ഞാൻ പോലും എനിക്കിഷ്ടമുള്ള സ്ത്രീ സുഹൃത്തുക്കളെ ഹഗ് ചെയ്യാറുണ്ട്. അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇത് പെണ്ണിനെ കാണുമ്പോഴേക്കും കാമം വരുന്ന മനുഷ്യരുടെ സൊസൈറ്റിയിൽ ഇത്തരം സമരങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. റൈറ്റ്, അതാണ് താങ്കളുടെ പിന്തുണ. ശ്രീ സുധീർ, ഈ അവസരം കിട്ടാത്തവരുടെ ഫ്രസ്ട്രേഷനാണ്, അത് അവരുടെ കുഴപ്പമാണ് എന്ന നിരീക്ഷണമാണ് ശ്രീ ജോയ് മാത്യു പങ്കുവെക്കുന്നത്. അല്ല, ജോയ് മാത്യുവിന് അത് പറയാം. ജോയ് മാത്യുവിന്റെ പാരമ്പര്യത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയും കോഴിക്കോട് നാട് വിട്ട് ദുബായ് വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊന്നും പറ്റില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊന്നും പറ്റില്ല. ഇവിടെ താങ്കൾ വിഷയത്തിലേക്ക് പറഞ്ഞല്ലോ. കോഴിക്കോട് റെസ്റ്റോറന്റിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്.
അവിടെ പെൺകുട്ടികളെ നിർബന്ധപൂർവ്വം ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്ന തെളിവുകളുണ്ട്. പെൺകുട്ടികളുടെ ചുരിദാറിന്റെ പാന്റ് അടിക്കുന്ന രംഗങ്ങളുണ്ട്. അവിടെ ബെഞ്ചിൽ പെൺകുട്ടികളെ കിടത്തുന്ന രംഗങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ വ്യക്തമായി അത് ഫക്രുദ്ദീൻ അലിക്കല്ല ഞങ്ങൾ കൊടുക്കേണ്ടത്, കേരളത്തിലെ ഭരണ തലവന്മാർക്ക്, DGPക്കും ആഭ്യന്തരമന്ത്രിക്കും. DGPക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു, ആഭ്യന്തരമന്ത്രിക്ക് ഞങ്ങൾ നാളെ കൊടുക്കും. ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രം പെൺകുട്ടികളെ നിർബന്ധിച്ച് നിങ്ങൾ ഐസ്ക്രീം പാർലർ നിങ്ങൾ ഇത് ഐസ്ക്രീം പാർലറൊന്നുമല്ല ശ്രീ സുധീർ. നിങ്ങൾ എന്തായാലും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും കൊടുത്തുവല്ലോ. നിങ്ങൾ ആഭ്യന്തരമന്ത്രിക്കും DGPക്കും കൊടുത്തുവല്ലോ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ആ CD കൊടുക്കാൻ തയ്യാറാണോ? ഞങ്ങൾ മുഖമൊക്കെ മാസ്ക് ചെയ്ത് കാണിച്ചോളാം. നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കണം എങ്കിൽ, നിങ്ങൾ ഇത് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ തെളിവ് വേണം. അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ആദ്യം മുതൽ പറയുന്നതല്ലാതെ വസ്തുതയുടെ ഒരു തുമ്പ് പോലും കാണിച്ചിരുന്നില്ല. ഈ പറയുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാത്തത്? ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം അഭിലാഷ് ഒരു കാര്യം ചെയ്യണം. അഭിലാഷ്, ഇവിടുത്തെ ഞങ്ങളല്ല ഇത് കൊണ്ടുവന്നത്. ഈ വിഷയം മുന്നിൽ കൊണ്ടുവന്നത് യുവമോർച്ചയല്ല. ഈ വിഷയം കൊണ്ടുവന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ്. യുവമോർച്ചയല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് ഈ ദൃശ്യം പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചാനലിനെതിരെ നടപടിയെടുക്കാൻ നിങ്ങളൊന്നും കൊണ്ട് ആവശ്യപ്പെടുന്നില്ല. ആ ചാനൽ പുറത്തു കൊണ്ടുവന്ന ഇന്നലെ റിപ്പോർട്ടർ ഇവിടെ ചീഫ് സെക്രട്ടറിയുടെ മദ്യസൽക്കാരത്തിനെതിരെ റിപ്പോർട്ടർ അവിടെ പ്രതികരിച്ചല്ലോ, അവിടെ യുവമോർച്ച ഉണ്ടായിരുന്നല്ലോ. അപ്പോ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ചാനൽ കൊണ്ടുവന്ന വാർത്ത, ആ വാർത്തയെ തുടർന്ന് അവിടെ അന്വേഷിക്കാൻ പോയതാണ് യുവമോർച്ചയുടെ പ്രവർത്തകർ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനൽ കൊണ്ടുവന്ന ആ ദൃശ്യങ്ങളിൽ അത് നിങ്ങൾ ഇവിടെ ഇടാൻ തയ്യാറാകണം. നിങ്ങൾ അതിൽ അനാശാസ്യമില്ല എന്ന് പറയുന്നെങ്കിൽ ഇവിടെ അത് കാണിക്കണം. ജനങ്ങൾ തീരുമാനിക്കട്ടെ, പെൺകുട്ടികളുടെ പാന്റ് ഊരുന്നത് അനാശാസ്യമാണോ അല്ലയോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആരുടെയെങ്കിലും സ്വകാര്യ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ചാനലിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ദയവായി തുടരണം ശ്രീ സുധീർ, ദയവായി തുടരണം. ശ്രീ ഫക്രുദ്ദീൻ അലി, എന്താണ് ഈ ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വാദങ്ങൾക്കുള്ള മറുപടി? ഈ വാദങ്ങൾക്കുള്ള മറുപടി എന്ന് വെച്ചാൽ, ഒന്നാമത് ജയ്ഹിന്ദ് കൊണ്ടുവന്ന വിഷ്വൽസ് ആണെങ്കിൽ അത് ബ്ലെയർ ചെയ്യാത്ത വിഷ്വൽ കണ്ട ആളാണ് ഞാൻ. അതിൽ ഞാൻ ഈ സിബ് അയക്കുന്ന ഒന്നും കണ്ടിട്ടില്ല. ചുംബിക്കുന്ന കണ്ടിട്ടുണ്ട്, ഹഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ ചില ശരീരഭാഗം സ്പർശിക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നം, കാമുകന്മാർക്കിടയിൽ അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ആധുനിക മനസ്സുള്ള ആർക്കും തോന്നിയിട്ടില്ല. ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവരുടെ മെന്റാലിറ്റി എന്ന് വെച്ചാൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ യൂറോപ്യൻ ക്രിസ്ത്യൻ മെന്റാലിറ്റിയാണ്. അവർ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി സെക്സിനെ പറ്റിയൊക്കെ വളരെ ലിബറലായി സംസാരിച്ചിരിക്കുന്ന, നമ്മുടെ വളരെ വാത്സ്യായനന്റെ കാമശാസ്ത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വിരചിതമായ വളരെ ഓപ്പൺനെസ് ഉള്ള ഇന്ത്യയുടെ കൾച്ചറെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വളരെ മുന്നോട്ട് പോയി. എന്നാൽ ഇവർ ഇന്ത്യയുടെ സംസ്കാരം പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് മധ്യകാലഘട്ടത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ, വിക്ടോറിയൻ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ പേര് പറഞ്ഞു തന്നെ നശിപ്പിക്കാനും, അങ്ങനെ പുതിയ തലമുറയെ ഒരു പുതിയ സെൻസിബിലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുന്നതിന് തടസ്സം നിൽക്കുകയാണ്. അല്ലെ, ഇതിനെവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവരൊന്നെങ്കിൽ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ കേരളത്തിലെ ചില ഇട്ടാവട്ടങ്ങളെ കണ്ടിട്ടുള്ളൂ. പുറം ലോകം കാണൂ, ആധുനികത എന്താണെന്ന് മനസ്സിലാക്കൂ, ആദ്യം ഇന്ത്യ സംസ്കാരം എന്താണെന്ന് അതിന്റെ വിശാലതയും മനസ്സിലാക്കൂ. ഇന്ത്യ സംസ്കാരത്തെ കാലാകാലമായി പുലർന്നു വന്ന ജനാധിപത്യത്തെ ഉൾക്കൊള്ളൂ. എന്നിട്ട് ഹിറ്റ്ലറിന്റെ പടിയടിച്ച് പിണ്ണം വെക്കൂ. നിങ്ങൾക്ക് ഇന്ത്യ സംസ്കാരത്തോട് ഇവർക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ചെയ്യേണ്ട അതാണ്. അത് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. അതിന് സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്, രാഷ്ട്രീയമായ പ്രശ്നം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് കുറച്ചു കാലം മുമ്പേ സൽഫ ഡൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചു ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഇവർ നേരെ പോയി ആ ഹോട്ടൽ അടിച്ചു പൊളിച്ചു. അത് അവരുടെ ധാർമ്മിക രോഷം നമുക്ക് പറയാം. എന്നാൽ അടുത്ത ദിവസം തന്നെ സ്റ്റാച്യൂലുള്ള ഒരു മൾട്ടിനാഷണൽ ഹോട്ടലിൽ എന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ ബ്രാൻഡിലെ ഹോട്ടലിൽ നിന്ന് പുഴുത്ത ചിക്കൻ പിടിച്ചത് ഭയങ്കര തിരക്കുള്ള ഹോട്ടൽ. ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് എളുപ്പം കടന്നു പോകാൻ പറ്റും. അതാണ് ഇവരുടെ വളരെ താല്പര്യം. പിന്നെ സ്റ്റാച്യൂലെ ഹോട്ടലിൽ ആദ്യം അവിടെ ചിക്കനിൽ നിന്നും പുഴു കണ്ടെടുത്ത സമയത്ത് അവിടെ സമരവുമായി എത്തിയത് യുവമോർച്ചയാണ്. ആയിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ദയവായി തുടരുക. എന്തുകൊണ്ട് സൽവാജുദ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര മാത്രം ശരി ആയിക്കോട്ടെ ഞാൻ ഹോട്ടലിലെ മുതലാളിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര മാത്രം പറയൽ? ഇവിടെ സാമ്പത്തികമായ ഒരു പ്രശ്നവുമില്ല. ഒരു പേര് കേൾക്കുമ്പോഴും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ആര് തെറ്റ് ചെയ്താലും ഇവിടെ പെൺവാണിഭം ആര് നടത്തിയാലും ഞങ്ങൾ എതിർക്കും. ആയിക്കോട്ടെ, ഞാൻ മടങ്ങി വരാം. കുമാരി ഹസ്ന, ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് തന്നെ ബോധ്യമാകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരള സമൂഹത്തെ എടുത്താൽ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ഒരു സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത, പൊതുവാഹനങ്ങളിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ അനുമതിയില്ലാത്ത സംസ്ഥാനമാണ്. ദാമ്പത്യ ബന്ധമല്ലാത്ത എല്ലാ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും വല്ലാത്ത മുൻവിധിയോടുകൂടി നോക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട്. അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ കുറേ നാളുകളായി ഉണ്ടാക്കപ്പെട്ട് ഇരിക്കുകയുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു.
സ്വതന്ത്രമായ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ, ആളുകളുടെ സ്വയം നിർണയാവകാശം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ചെറിയൊരു ചലനമെങ്കിലും ഉണ്ടാക്കുമോ? ഇത് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന നേരിയ പ്രതീക്ഷയെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു സമരം നടക്കുമ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന കുറേ യുവതിയുവാക്കൾ ഒത്തുചേരുന്നു. ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ വിശ്വസിക്കുന്നില്ല സുധീർ പറയുന്ന പോലൊരു ജനമുന്നേറ്റം ഉണ്ടായി അവിടെ വരുന്ന കുട്ടികളെ ആക്രമിക്കാൻ തക്ക അടഞ്ഞ മനസ്സുള്ള യുവമോർച്ചക്കാരല്ല കേരളത്തിലെ ബാക്കി പൊതുസമൂഹം. സുധീർ പറഞ്ഞതുപോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും നേരം ഈ ചർച്ചയിൽ രൂപപ്പെട്ടു വന്നതുപോലെയാണെങ്കിൽ, ഡൗൺ ടൗൺ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നു, ആ ദൃശ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഡീഫമേഷന് കേസ് കൊടുക്കണം. ഈ നാട്ടിൽ ചുംബിക്കുന്ന അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്ന ഒരാളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അയാളെ നിയമപരമായി ശിക്ഷിക്കാനുള്ള ഒരു നിയമവും നിലനിൽക്കുന്നില്ല. അതേസമയം തന്നെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ വെക്കുമ്പോൾ, ജയ്ഹിന്ദ് TV വെച്ച ക്യാമറ ഒരാളുടെ സ്വകാര്യതയിലേക്ക് വെച്ച ക്യാമറ ബാത്റൂം ക്യാമറയോളം തന്നെ തരം താഴ്ന്നതാണ്. അത്തരം ആ ദൃശ്യത്തിനെതിരെ ജയ്ഹിന്ദ് TVക്കെതിരെ നിലപാടെടുക്കണം, നിയമപരമായി നടപടിയെടുക്കണം. അത് പ്രദർശിപ്പിക്കുന്ന എല്ലാ ചാനലുകൾക്കുമെതിരെ, അത് വീഡിയോ ഈ പറയുന്ന അത് പ്രചരിപ്പിക്കുമ്പോൾ അവർക്കെതിരെ ഡീഫമേഷന് കേസ് കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രതിഷേധ മാർഗം, ചുംബന സമരം എന്ന് പറയുന്ന പ്രതിഷേധ മാർഗം ഒരു തരത്തിലും ഇവിടെ അതിനുശേഷം നാട്ടിലുള്ളവരെല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമെന്നോ അതിനുശേഷം ഇവർ പറയുന്ന ലൈംഗിക അരാജകത്വം ഉണ്ടാകുമെന്നോ അല്ല പറയുന്നത്. ഇത്തരമൊരു സമരം പ്രതിഷേധമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. കുട്ടികൾ വരും, യുവതിയുവാക്കൾ വരും, ജോയ് മാത്യു സാറിനെ പോലുള്ള ആളുകൾ പങ്കെടുക്കും. അങ്ങനെ ഇതിനോട് താല്പര്യമുള്ള, ഈ കോസിനോട് ഐക്യദാർഢ്യപ്പെടാവുന്ന എല്ലാ മനുഷ്യരും വരും. അവരെല്ലാവരും ഇവർ പറയുന്നത് പോലെ ചുംബിക്കുമെന്നോ അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ അശ്ലീല തലങ്ങളിലേക്ക് പോകുമെന്നോ അല്ല. അവർക്ക് എന്താണ് പരസ്പരം സ്പർശനത്തിലൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതെല്ലാം അവർ ചെയ്യും. അതിനെ എതിർക്കാൻ പറ്റുമെങ്കിൽ യുവമോർച്ച ആകട്ടെ, അതിനെതിരെ മുന്നേറ്റം ഉണ്ടാകുമെങ്കിൽ ആ ജനമുന്നേറ്റത്തെ നമുക്ക് കാണാം. അതിനെ നേരിടാനുള്ള ആർജവമുള്ള യുവതിയുവാക്കൾ തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നമ്മൾ കണ്ടുവരുന്നത് എനിക്ക് യുവമോർച്ചക്കാരുടെ നന്ദിയാണ് പറയാനുള്ളത്. ഇതിനുശേഷം ഈ യുവമോർച്ചയുടെ പ്രതിഷേധത്തിന് ശേഷം എത്ര ഭംഗിയായിട്ടാണ് ഇവിടുത്തെ യുവതിയുവാക്കൾ സ്നേഹിക്കുന്നത്, പ്രണയിക്കുന്നത്, പരസ്പരം മെസ്സേജുകളിലൂടെ ചുവന്ന ഹൃദയങ്ങൾ കൈമാറുന്നത്. എന്തായാലും ഇത്തരമൊരു വിപ്ലവത്തിന് ചെറിയ രീതിയിലെങ്കിലും നെഗറ്റീവായിട്ടെങ്കിലും തുടക്കം കുറിച്ച യുവമോർച്ചയ്ക്ക് ഞങ്ങളുടെ നന്ദിയാണ് പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. ശ്രീ സുധീർ, അത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ CD ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. രണ്ട് വ്യക്തികളുടെ സ്വകാര്യമായ എന്തെങ്കിലും കാര്യം ക്യാമറയിൽ പകർത്തി അത് വിനിമയം ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ IT ആക്ട് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. നിങ്ങൾ ഈ CD ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതാണ് DGPക്ക് കൊടുത്തിരിക്കുന്നത്. DGPക്ക് നിങ്ങൾക്കെതിരെ കേസെടുക്കാം. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾക്കെതിരെ എടുക്കുന്ന കേസുകൾ അവരെടുത്തോട്ടെ, വിഷയമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ആ റെസ്റ്റോറൻറ്റിൽ നടന്നത് എന്താണ്? ആ റെസ്റ്റോറൻറ്റിൽ വരുന്ന പെൺകുട്ടികൾക്ക് ഗർഭനിരോധന ഉറവുകൾ വരെ നൽകി അവരെ നിർബന്ധിത ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നു. ശ്രീ സുധീർ, അതിന് തെളിവില്ല. നിങ്ങൾ ഈ ആരോപണം നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട് ശ്രീ സുധീർ. പക്ഷേ ഒരു അടിസ്ഥാനവുമില്ലാതെ, ഒരു വസ്തുതയുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ ഒരു പൊതുമാധ്യമത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ ഈ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. എന്ത് വസ്തുതയാണ് നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ളത്? ആരോപണമല്ല, നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കാൻ നിങ്ങൾ തയ്യാറാകെ. ആ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ. നിങ്ങൾ അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾ അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ ശ്രീ സുധീർ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഏതെങ്കിലും വ്യക്തികൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പകർത്തി അത് കാണിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ജോലി. അത്തരം ദൃശ്യങ്ങൾ ഞങ്ങൾ എടുക്കാറുമില്ല. അത് നിങ്ങളുടെ ചാനലിന്റെ താല്പര്യമാണ്. അത്രേ ഉള്ളൂ. ഇത് പ്രശ്നം. ഇതിന്റെ പ്രശ്നം വെച്ചാലേ, ഇവരിങ്ങനെ ആണെങ്കിൽ ഗജരാവിലെ ക്ഷേത്രങ്ങളൊക്കെ അടിച്ചു പൊളിക്കല്ലോ. അവിടെ നമ്മൾ കാണുന്നത് എനിമൽ സെക്സ്, ഹോമോസെക്സ്, സകല സെക്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ട്രഡീഷന്റെ ഭാഗമാണ്. അല്ല, പറഞ്ഞ പറ്റി അവിടെ പോയി കാണണം. ട്രഡീഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സദാചാര ഗുണ്ടകളായി മാറ്റുന്നതിലൂടെ ഇവിടുത്തെ ആരും ഗുണ്ടകളാക്കി മാറ്റുന്നല്ല. നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ ആദ്യം നമ്മുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം പരിഹരിക്കാൻ. ഇപ്പൊ റോഡിൽ നിന്ന് പരസ്യമായി എന്ത് ചെയ്യാമെന്ന് ആണും പെണ്ണും എന്ത് ചെയ്തോട്ടെ എന്ന് പറയുന്ന ഫക്രുദ്ദീൻ അലി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് സ്നേഹപ്രകടനം നടത്തി യാതൊരു പ്രശ്നമില്ല. യാതൊരു പ്രശ്നമില്ല. ആകാശം ഇടിഞ്ഞു വിളിച്ച് പോവുകയല്ല. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇത്രമാത്രം നിയമങ്ങൾ ഇവിടെ നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് വളരെ ഓപ്പണായ ഫ്രാൻസിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളെ ബലാത്സംഗങ്ങളെ റേറ്റ് എടുത്ത് നോക്കൂ. തുച്ഛമാണ്. ഇത്രമാത്രം സംസ്കാരം പറ്റി നമ്മൾ പ്രസംഗിച്ച് എന്താ ഇവിടുത്തെ അവസ്ഥ?
നിങ്ങൾ ഫ്രാൻസിനെ നോക്കൂ, 10 വർഷം ഫ്രാൻസിനെ കണക്കെടുത്ത് നോക്കൂ. ബലാത്സംഗം അതുപോലെ തന്നെ സ്ത്രീപീഡനം, ഈ 2 കേസുകളും ഫ്രാൻസ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഫ്രഞ്ച് സൊസൈറ്റിയിൽ കേരളത്തെ അപേക്ഷിച്ച് ഇന്ത്യ അപേക്ഷിച്ച് ബഹുദൂരം പിന്നിലാണ്. എന്താണ് ഇൻഡിക്കേറ്റർ? ഓപ്പൺ ആയിട്ട് ജനാധിപത്യമായ സമൂഹം കെട്ടിപ്പടുക്കാൻ അരാജകവാദികളാണ്. റൈറ്റ്. ശ്രീ സുധീർ, അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? സുധീർ, ഞാൻ പറയട്ടെ, ആ റെസ്റ്റോറന്റിലെ സുധീർ, ഇതിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ലൈംഗിക വ്യാപാരം, ലൈംഗിക പീഡനം, ലൈംഗിക അതിക്രമം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒഴിവാക്കേണ്ടുന്ന കുറ്റകൃത്യങ്ങളാണ്. അതിനെതിരെ വളരെ ശക്തമായൊരു മൂവ്മെൻറ്റ് വളർന്നു വരുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ 2 വ്യക്തികൾ തമ്മിലുള്ള ഏത് ബന്ധത്തെയും അതൊക്കെ പെൺവാണിഭമാണ്, അനാശാസ്യമാണ്, ലൈംഗിക അതിക്രമമാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക? സ്ത്രീകളെ സംബന്ധിച്ച്, അവരുടെ സ്വയം നിർണയ അവകാശത്തെ സംബന്ധിച്ച്, അവരുടെ ശരീരത്തിന് മേൽ ആർക്കാണ് അധികാരം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായ ചർച്ചകൾ ഉയർന്നു വരുന്ന കാലത്ത് യുവമോർച്ചയെ പോലെ യുവാക്കൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ മധ്യകാലത്തെ ചിന്തകളുമായി അതിനെ എതിരിടാൻ പോയാൽ നമ്മുടെ കേരളം എങ്ങോട്ടെത്തി നിൽക്കും? ഞങ്ങൾ പറഞ്ഞല്ലോ, ആൺകുട്ടികളും പെൺകുട്ടികളെയും അല്ല ഞങ്ങൾ ഇവിടെ എതിർക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കോഴിക്കോട് നഗരമധ്യത്തിലെ ഒരു സ്ഥാപനത്തിൽ അവിടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവിടെ പ്രവർത്തിക്കുന്ന പെൺവാണിഭ സംഘത്തിന് നേരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എതിരെയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ സ്വാതന്ത്ര്യവും പുരോഗമനവും എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഒരു കാര്യം ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഒരാൾക്ക് അരുതാത്തത് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൂടി ഇവർ മനസ്സിലാക്കണം. ഇവിടെ യുവമോർച്ചയെ നിങ്ങൾ സദാചാര പോലീസ് എന്നും ഗുണ്ടകളെന്നും വിളിക്കുന്നു. പക്ഷെ നിങ്ങൾ ആരും ഒരു കാര്യം പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഈ അനാശാസ്യത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ്. കാരണം അവിടെ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലും, അവിടത്തെ അനാശാസ്യ പ്രവർത്തനങ്ങളെ പറ്റി അന്വേഷിക്കണമെന്ന് ഒരു വാക്ക് പോലും പറയാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് എന്താ ഭാഷയുള്ളത്? നിങ്ങൾ ചിന്തിക്കണം. അഭിലാഷും ഞാനും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇവിടത്തെ ഞങ്ങൾ ഫക്രുദ്ദീൻ അലി ആരാണ്? ഇവിടെ ഒരു സാംസ്കാരിക നായകൻ എന്നുള്ള വ്യാജേന ഒരാളുടെ നിങ്ങളാണ് ഞാൻ സംഘടന പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ നേതാവായിരിക്കാൻ ഞാൻ മറ്റു സംഘടന അനുയായിക്ക് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ ഭാഷയുള്ളത്? നിങ്ങൾക്ക് എന്താ ഭാഷയുള്ളത്? ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും സംസാരിക്കാനും ചിന്തിക്കാനുള്ള ഭാഷ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. അതാണ് നിങ്ങൾ തമ്മിലുള്ള തർക്കം കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. കുമാരി ഹസ്ന, ശരി ആവട്ടെ റൈറ്റ്. കുമാരി ഹസ്ന, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ തർക്കത്തിനിടയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം, എല്ലാ ആളുകൾക്കും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട് എന്നതുപോലെ തന്നെ നമ്മൾ പൊതുസമൂഹത്തിൽ സ്വീകരിക്കേണ്ടുന്ന, ഒരു പൊതുസ്ഥലത്ത് സ്വീകരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. സ്വകാര്യ ഇടത്തിൽ എങ്ങനെ പെരുമാറാമോ അതുപോലെ തന്നെ പൊതു ഇടത്തിലും പെരുമാറും എന്ന് വാശി പിടിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ആ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നേരത്തെ യുവമോർച്ച നേതാവ് പറഞ്ഞത്. അതിനെ ഒരു തരത്തിലും കണക്കിലെടുക്കേണ്ട എന്നാണോ? അങ്ങനെയല്ല. പൊതു ഇടമെന്ന് പറയുമ്പോൾ ഒരു കോഫി ഷോപ്പിൽ 2 കസേരയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആളുകൾ തമ്മിൽ ചുംബിക്കുന്നത് എങ്ങനെയാണ് മറ്റൊരാളുടെ സ്വകാര്യതയെ ലംഘിക്കുന്നത്? ഈ കുട്ടികൾ ഒരു സ്കൂളിൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടല്ല, ഒരു ആരാധനാലയത്തിൽ ഇരുന്നിട്ടല്ല, അവർ ഇരിക്കുന്നത്, അവർ പൈസ കൊടുത്ത് ചായ മേടിച്ച് കഴിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവർ ചുംബിക്കുന്നവരോട് എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നേരെ നടക്കുമ്പോൾ നിങ്ങൾ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നിങ്ങൾ വീക്ഷിക്കുന്ന കാര്യങ്ങൾ കാണാതെ കണ്ണടച്ചു പോകൂ. അതല്ലാതെ 2 പേർ ഇരിക്കുമ്പോൾ ഒരിക്കലും അവർ നിങ്ങളുടെ കൺമുന്നിൽ വന്ന് എന്നെ കാണൂ, എന്നെ നോക്കൂ എന്ന് ആക്രോശിക്കുന്നില്ല. അവർ അവരുടെ ഏറ്റവും സ്വകാര്യമായ ഇടങ്ങളിലാണ് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ റോഡരികാവാം, പാർക്കുകളാവാം. അത്തരം ഇടങ്ങളിൽ നിങ്ങൾക്കുള്ള ഇടങ്ങൾ നിങ്ങൾ പോയിരിക്കുക. അതല്ലാതെ നിങ്ങൾ അവരുടെ പ്രൈവസിയിലോട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഞങ്ങളിത് കാണിക്കുന്നു, ഞങ്ങൾക്കിത് കാണാൻ വയ്യ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സെക്ഷൽ അസംതൃപ്തിയുടെയും ഫ്രസ്ട്രേഷൻ്റെയും ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത്. അതായത് ഈ സുധീർ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത മറ്റൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാതിരിക്കുന്ന വിശക്കുന്ന ഒരാളുടെ അസംതൃപ്തിയായിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ. ശ്രീ സുധീർ, നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്നതിലൊന്നും ആൺകുട്ടികളെ കുറിച്ച് പറയുന്നില്ല. എന്തുകൊണ്ടാണ് 2 പേർ തമ്മിൽ ചുംബിക്കുന്നു പറയുമ്പോൾ പെൺകുട്ടികളെ കുറിച്ച് മാത്രം നിങ്ങൾ വ്യാകുലപ്പെടുന്നത്? അവർ പിഴച്ചു പോകുന്ന
പൊതുസമൂഹങ്ങളുള്ള രാജ്യങ്ങളിൽ പോയാൽ രണ്ട് പേർ അവരുടെ സ്വകാര്യമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വ്യാപരിച്ചാൽ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവർ അനുവർത്തിക്കുന്ന ശീലം. അതാണ് ലോകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ. നമ്മുടെ സമൂഹം മാത്രം ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ ലൈംഗികതയെക്കുറിച്ച് ഇങ്ങനെ ആകാംക്ഷ കൊള്ളുകയും അതിലിങ്ങനെ പേടിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ആളുകൾക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്, അവർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഷഫ്ന പറഞ്ഞു, നേരത്തെ ഇവിടെ 1-2 ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു അസംതൃപ്തിയുമില്ല, ഞങ്ങൾക്കിതൊന്നും കിട്ടാത്ത കാര്യങ്ങളുമല്ല. പക്ഷേ സ്വാഭാവികമായി ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതൊന്നും ഷഫ്ന പറയുന്നത് പോലെ ആർക്കും കിട്ടാത്ത കാര്യങ്ങളല്ല, ആർക്കും കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ ഒരു സദാചാര ബോധത്തിൻ്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് അതിനൊക്കെ മാന്യമായി ഇടപെടുക എന്നത് ഒരു പൗരബോധമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഷഫ്നെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു അസംതൃപ്തിയില്ല, ഞങ്ങളെല്ലാം കുടുംബമായി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്, അങ്ങനെയാണ് ഞങ്ങളെന്നൊന്നും ഷഫ്നെ വിചാരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്താണ്? നിങ്ങൾ ഇത്രയോ ദിവസങ്ങളായി ചാനലുകളിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്താണ്? ചർച്ച ചെയ്യേണ്ട പ്രശ്നം ആ റെസ്റ്റോറൻറ്റിൽ യുവമോർച്ച ആരോപിക്കുന്നത് പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനൽ പുറത്തുവിട്ടതുപോലെ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണ്ടേ? അതേപ്പറ്റി നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? കേരളത്തിൽ 7500 ഷഫ്ന മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞല്ലോ ആൺകുട്ടികളെ പറയുന്നില്ല എന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ നിയമസഭയിൽ പറഞ്ഞതാണ്. 7500 പെൺകുട്ടികളെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാണാതായിരിക്കുന്നു. അന്വേഷിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ? ആരെങ്കിലും അതേപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ടോ? ഇവിടെ പോയി ഷഫ്നെ പോലുള്ള പുരോഗമനവാദികൾ. അപ്പോ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുണ്ട്, ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. അതിലേക്കാണ് ഈ വിഷയത്തെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ന്യായീകരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഏതെങ്കിലും ആരോപണങ്ങൾ അന്വേഷിക്കലല്ല കേരളത്തിലെ മാധ്യമങ്ങളുടെയും പോലീസിന്റെയും ധർമ്മം എന്ന് വിശ്വസിക്കൂ. റൈറ്റ്, അതാണ് ശ്രീ ഫക്രുദ്ദീൻ അലി. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടുന്ന സമയവുമായിരിക്കുന്നു. എന്തായാലും ഈ കോഴിക്കോട് നടന്ന സംഭവം വലിയൊരു ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. യുവാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ ചില മൂവ്മെന്റുകൾക്ക് തുടക്കമിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പോസിറ്റീവായ ഒരു റിസൾട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കളുടെ പക്ഷത്തു നിന്ന്? ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഒരു പുരോഗമനാത്മകമായിട്ടുള്ള സമൂഹമായി, കൂടുതൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സമൂഹമായി നമ്മുടെ മലയാളിയുടെ ഒരേ സമയം ഷക്കീലയുടെ സിനിമ തലയും മുണ്ടിട്ട് കാണുകയും മോഹൻലാലിന്റെ സിനിമ ക്യൂ എന്ന് കാണുകയും ചെയ്യുന്ന വല്ലാത്തൊരു ഹിപ്പോക്രസി നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്ന് പൂർണ്ണമായ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലേക്ക് മാറിപ്പോകാതെ അതിനിടയിൽ എവിടെയോ കുടുങ്ങിപ്പോയി സ്വയം നശിക്കുന്ന സമൂഹം. ഈ സ്വയം നശിക്കുന്ന സമൂഹത്തിന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി നമുക്ക് കരുതാവുന്നത് ജനാധിപത്യവൽക്കരണമാണ്. ഇത്തരം മൂവ്മെന്റുകൾ നമ്മുടെ സമൂഹത്തെ, സാമൂഹ്യ ബന്ധങ്ങളെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുമോ നമ്മുടെ വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും എന്നുള്ളത് ഒരുപക്ഷെ കാലം തെളിയിക്കേണ്ടുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള സംരംഭവുമായി ഒരുപറ്റം യുവാക്കൾ ശ്രമം നടത്തുന്നു കൊച്ചിയിലും കോഴിക്കോട്ടുമായി. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പി സുധീർ, കുമാരി ഹസ്ന, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ജോയ് മാത്യു.